ഹായ് ഓൾ ഓഫ് യു, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ ബജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ട് 2 ആണ്. മക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കിക്കേ, പൊതു ബജറ്റ് ഇന്ന് 2025-26 വർഷത്തെ കേന്ദ്ര ബജറ്റ് ശനിയാഴ്ച 11-ന്, അതായത് ഇന്ന് ശനിയാഴ്ച 11 മണിക്ക് ലോക്സഭയിൽ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ മോദി സർക്കാരിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റാണിത്. അതായത് 3ാമത്തെ പ്രാവശ്യമാണല്ലോ നരേന്ദ്രമോദി സാറ് എൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റും നിർമ്മല സീതാരാമൻ്റെ 8ാമത്തെ ബജറ്റുമാണ്. അപ്പോൾ നമ്മൾ ബജറ്റിൻ്റെ ചാപ്റ്ററല്ലേ പഠിക്കുന്നത്, അതുകൊണ്ടാണ് ടീച്ചർ ഈ കോട്ട് ഇതിനകത്ത് ആഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഈ കോട്ട് വായിക്കുന്നു വിചാരിക്കുന്നു. ബജറ്റിനെ പറ്റി നമ്മൾ അറിയണം. ഇന്നത്തെ ബജറ്റ് കഴിയുമെങ്കിൽ എല്ലാവരും കാണുകയും ചെയ്യണം. എങ്ങനെയാണ് ആ ബജറ്റിൻ്റെ പ്രോസസ്സ് പാർലമെൻറ്റിൽ നടക്കുന്നത് നമുക്കറിയണ്ടേ. അപ്പോൾ എല്ലാവരും ന്യൂസ് കാണുക. ലൈവായിട്ട് ഇപ്പോൾ ബജറ്റ് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലേക്ക് പോകാം. പേജ് നമ്പർ 157. ഗിവൺ ബിലോ ഈസ് ദ മോഡൽ ഓഫ് ദി മന്ത്ലി ബജറ്റ് ഓഫ് എ ഫാമിലി. ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ ബജറ്റിൻ്റെ മാതൃകയാണ് ചുവടെ തന്നിരിക്കുന്നത്. നോക്കൂ, ഇൻകം എമൗണ്ട്, അതായത് എന്താണ് ഒരു ഫാമിലിയിലേക്ക് ലഭിച്ച വരുമാനവും വരവും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നമുക്ക് വേജസ് വഴി, സാലറി വഴി, പെൻഷൻ വഴി, അഗ്രികൾച്ചർ വഴി, അതായത് ഒരു ഫാമിലിയിലെ ഒരു മാസത്തെ വരുമാനമാണ്. നോക്കൂ, ആ വീട്ടിലെ വ്യക്തികളുടെ വരുമാനം കൂലി രൂപത്തിൽ, അതായത് വേജ് രൂപത്തിൽ അവിടെ 9,500 രൂപ ഒരു മാസം എത്തിയിട്ടുണ്ട്. സാലറി രൂപത്തിൽ 10,000 രൂപ ആ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പെൻഷൻ പ്രകാരം 3,200 രൂപയും അഗ്രികൾച്ചർ കൃഷിയിൽ നിന്നവർക്ക് 2,100 രൂപയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആകെ ആ വീട്ടിലേക്ക് ഒരു മാസം കിട്ടിയ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 24,800 രൂപയാണ്. ഓക്കെ, അവരുടെ കയ്യിലേക്ക് 24,800 രൂപ ആ മാസം അവസാനം 30-ാം തീയതി ആയപ്പോൾ കിട്ടുകയാണ്. എന്നാൽ നെക്സ്റ്റ് കോളം നോക്കൂ, എക്സ്പെൻഡിച്ചർ ആൻഡ് എമൗണ്ട്, അതായത് എന്തൊക്കെ ചെലവുകളാണ് അവർക്ക് ആ മാസം ഉള്ളത്. അവർക്ക് അരി, പലവ്യഞ്ജനം, അല്ലേ, റൈസ്, പ്രൊവിഷൻസ്, മിൽക്ക്, വെജിറ്റബിൾസ്, ഫിഷ്, ഇലക്ട്രിസിറ്റി ബില്ല്, ക്ലോത്തിങ്, മെഡിക്കൽ എക്സ്പെൻസസ്, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, ലോൺ പേയ്മെൻറ്റ്, ഫോൺ, ന്യൂസ് പേപ്പർ, ഗ്യാസ്, അഗ്രികൾച്ചർ, മിസേലിയൻസ്, മറ്റ് ചിലവുകൾ, ഇതെല്ലാം കൂടി കൂട്ടി മൊത്തം വന്ന തുകയാണ് 25,700 രൂപ. നിങ്ങളൊന്ന് നോക്കി, അവർക്ക് ആകെ ലഭിച്ചത് എത്രയാണ് ടോട്ടൽ ശമ്പളം അല്ലെങ്കിൽ മൊത്ത വരുമാനം? 24,800. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് എത്ര ചിലവായി? 25,700. നോക്കിക്കഴിഞ്ഞാൽ 900 രൂപ എക്സ്ട്രാ അവരുടെ കയ്യിൽ നിന്ന് ചിലവായി എന്ന് മനസ്സിലാകും. ഈ എക്സ്ട്രാ അവിടെ നിന്ന് ചിലവായ ആ രൂപ കിട്ടാൻ അവരെന്ത് ചെയ്ത് കാണും? ഒന്നെങ്കിൽ കടം വാങ്ങി കാണും, അല്ലേ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ചിലവിൽ നിന്ന് ആ പണം മറിച്ച് കാണും. ഇത് രണ്ടായാലും ആ 900 എന്ന് പറയുന്നത് അവിടെ ഡെഫിസിറ്റാണ്, അവിടെ കുറവാണ്, അവരുടെ കമ്മിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുപോലെ കമ്മി വന്നാൽ നമ്മൾ എന്തു ചെയ്യും? വീണ്ടും നമ്മൾ കടക്കാരാകുമല്ലേ. ഇനി നമുക്ക് അടുത്ത മാസവും നമ്മുടെ അവസ്ഥ എന്താണ്? ഇതുപോലെ തികയാതെ വരുമ്പോൾ നെക്സ്റ്റ് മന്തിൽ നിന്ന് പിടിക്കേണ്ടി വരും. അങ്ങനെ പിടിച്ച് നമ്മൾ ശരിക്കും വലിയൊരു കടക്കാരായിട്ട് മാത്രമേ മാറുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ കടം വരാതിരിക്കാനായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചില ചിലവുകൾ കുറയ്ക്കേണ്ടതുണ്ട്. അതെവിടെയാണെന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഫാമിലി ബജറ്റ്? ഈ കുടുംബ ബജറ്റിൻ്റെ പ്രത്യേകത എന്താണ്? വരവിലും കൂടുതൽ ചിലവാണ് ഈ കുടുംബ ബജറ്റിൽ. അതുപോലെ തന്നെ വാട്ട് സജഷൻസ് ക്യാൻ യു ഗീവ് ടു ടേൺ ദിസ് ഫാമിലി ബജറ്റ് ഇൻ ടു എ സർപ്ലസ് വൺ? അതായത് ഈ കുടുംബ ബജറ്റിനെ ഒരു മിച്ച ബജറ്റാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ കഴിയും? അപ്പോൾ വേണമെങ്കിൽ അതിനകത്ത് 9ാമത്തെ യാത്ര, ആ യാത്ര വേണമെങ്കിൽ നമുക്ക് എന്തുമാത്രം ഒഴിവാക്കാമെന്ന് നോക്കുക, അല്ലേ. നമ്മൾ വിനോദത്തിന് വേണ്ടി 500 രൂപയെ ചിലവായിട്ടുള്ളൂ. അതുപോലെ ചികിത്സ, അസുഖങ്ങൾ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. വസ്ത്രം വാങ്ങിക്കുന്നത് അത്യാവശ്യത്തിന് മാത്രം വാങ്ങിക്കുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഓരോ
ടൈമിൽ ഇറങ്ങുന്ന വസ്ത്രങ്ങളിടാൻ നമ്മൾ ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇത്രയും വലിയ ബജറ്റിലേക്ക് പോകാതെ പണം സേവ് ചെയ്യാനായിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് എ ഫാമിലി ബജറ്റ് ആഡ് മോർ ടു ദി ടേബിൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫാമിലി ബജറ്റ് കൊണ്ട് ഉള്ള ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? അവിടെ എഴുതിയിട്ടുണ്ട് 2-3 ഫസ്റ്റ് വൺ ഈസ് റെക്കഗ്നൈസിങ് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം. അതായത് നമുക്ക് വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു അല്ലേ. ഇവിടെ തന്നെ കണ്ടോ, സാലറിയിൽ നിന്ന് നമുക്ക്, പെൻഷനിൽ നിന്ന്, അഗ്രികൾച്ചറിൽ നിന്നൊക്കെ ഉള്ള വരുമാനം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദെൻ മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് പ്രാക്ടീസ്ഡ്. അതായത് മിതവ്യയശീലം, നമ്മൾ കുറച്ച് കരുതി വയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു മാച്ച് ദ ഇൻകം. അതായത് നമുക്ക് എന്തുമാത്രം വരുമാനമുണ്ടോ അതനുസരിച്ച് ചിലവ് ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എക്സ്ട്രാ 2 പോയിൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇംപ്രൂവ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള സെക്യൂരിറ്റി, അതായത് കൂടുതൽ പണം ചിലവഴിക്കാതെ ഒരു പിടിച്ചു വെച്ച് ചിലവഴിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫിനാൻഷ്യലി സെക്യൂർ ആണെന്ന് പറയാൻ പറ്റും. രണ്ടാമത്തത് ക്രിയേറ്റ് സേവിങ് ഹാബിറ്റ്. അതായത് കുട്ടികളിൽ നിന്ന് തന്നെ സേവിങ് ഹാബിറ്റ് തുടങ്ങാനാണ് ഇപ്പോൾ സ്കൂളുകളിൽ, ഇപ്പോൾ എല്ലാം മുമ്പേ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അതിപ്പോൾ വീണ്ടും തുടങ്ങി വെച്ചിട്ടുണ്ട്. സഞ്ചയിക പദ്ധതി, പരമാവധി കുട്ടികൾ സഞ്ചയികയിൽ ചേരുക. കാരണം നമുക്ക് ഇപ്പോഴേ ഒരു സേവിങ്സിന്, നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഇപ്പോഴേ സേവിങ്സ് ചെയ്യാനുള്ള ഒരു അടിസ്ഥാനം സഞ്ചയിക നമുക്ക് നൽകും. മൂന്നാമത്തത് റെഡ്യൂസ് ഡെബ്റ്റ്. DEBT. ഡെബ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടമെടുക്കുക എന്നുള്ളതാണ്. പരമാവധി കടമെടുത്ത് സാധനങ്ങൾ വാങ്ങുന്നതും അതുപോലെ ഓവറായിട്ട് ചിലവഴിക്കുന്നതും അതൊക്കെ കടമെടുക്കൽ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഫാമിലി ബജറ്റ് മാനേജ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കുക. പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതു ചെലവ്. നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ടു റിയാലിറ്റി. ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. ഗെയിൽ പൈപ്പ് ലൈൻ കംപ്ലീറ്റഡ്. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു. സോഷ്യൽ വെൽഫെയർ പെൻഷൻ ഡിസ്ട്രിബ്യൂട്ടഡ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു. ജൽ ജീവൻ മിഷൻ പദ്ധതി അല്ലേ, ജൽ ജീവൻ മിഷൻ പ്രോജക്റ്റ് ഫണ്ട് ടു സോൾവ് ദ ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ കുടിനീർക്ഷാമം തീർക്കാൻ ഫണ്ട്. അടുത്തത് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഓഫ് വേരിയസ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ് ആർ ഗിവൺ എബോവ്. ഇത്രയേ ഉള്ളൂ. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വാർത്താ തലക്കെട്ടാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോഴോ the government needs a huge amount of money to carry out these activities. അതായത് സർക്കാരിന് ഈ പറഞ്ഞ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുന്നതിന് ധാരാളം പണം ആവശ്യമുണ്ട്. Apart from these, what other activities does the government spend money on? ഇവ കൂടാതെ വേറെന്തൊക്കെ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ പണം ചെലവഴിക്കുന്നതെന്ന് നോക്കൂ. സാലറി അല്ലേ, ജോലി ചെയ്യുന്ന ആളുകൾക്ക് സാലറി നൽകാനായിട്ട് പണം വേണം. ഇൻട്രസ്റ്റ്, നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന തുകയ്ക്ക് പലിശ നൽകാനും. എക്സ്പെൻസസ് ഫോർ ഡിഫൻസ്, എന്താണ്, പ്രതിരോധ ചെലവുകൾക്ക് ആവശ്യമാണ്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽ, ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. പിന്നെയോ സോഷ്യൽ വെൽഫെയർ സ്കീം, സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക്. ഇവയ്ക്കൊക്കെ എന്താവശ്യമാണ്? ഗവൺമെൻറ്റിന് മണി ആവശ്യമാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ദ ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. നോക്കൂ, ഈ വികസനത്തിനും വികസനേതര പ്രവർത്തനങ്ങൾക്കുമായിട്ട് സർക്കാർ ചെലവഴിക്കുന്ന പണമാണ് എന്ത്? പൊതു ചെലവുകൾ അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ്? ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ഉണ്ട്, നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും ഉണ്ട്. ഇത് രണ്ടിനും സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട്. അതാണ് എന്ത്?
ഈ പൊതു ചെലവെന്ന് പറയുന്നതിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അതാണ്. ദെൻ ദ എക്സ്പെൻഡിച്ചർ, അതായത് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ആസ് ദ ഗവൺമെൻറ് എക്സ്പാൻഡ്സ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച്, അത് വിപുലമാകുന്നതിനനുസരിച്ച് പൊതു ചെലവുകളും വർദ്ധിക്കും. അതുമാത്രമല്ല, കൂടുതൽ നികുതിയിലൂടെ കൂടുതൽ വരുമാനം സർക്കാരിന് ലഭിക്കുകയാണെങ്കിൽ പദ്ധതികളുടെ എണ്ണവും കൂടും. മനസ്സിലായോ? പക്ഷെ വരുമാനം കുറവാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ സാമ്പത്തിക പദ്ധതി നമുക്ക് എത്രമാത്രം ഉറപ്പിക്കാൻ പറ്റും? നമ്മുടെ സംസ്ഥാനം കടത്തിലാവുകയും ചെയ്യും. അപ്പോൾ എത്രമാത്രം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നു അതനുസരിച്ച് പൊതു ചെലവ് കൂടിക്കൊണ്ടിരിക്കും. ഇനി നോക്കുക, ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 കാറ്റഗറീസ്. ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ 2 കാറ്റഗറിയായിട്ട് തിരിക്കാം. പേജ് നമ്പർ 159 എടുക്കുക. നോക്കൂ, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് പഠിക്കേണ്ടതാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എത്ര തരമുണ്ട്? എത്ര തരമുണ്ട്? 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, എന്താ അത്? വികസന ചെലവുകൾ. രണ്ടാമതോ നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, വികസനേതര ചെലവുകൾ. നോക്കാം, ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് ആദ്യം നോക്കാം. എക്സ്പെൻഡിച്ചേഴ്സ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു economic and social development of the country are called developmental expenditure. എന്താത്? രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെയാണ് എന്ത് വിളിക്കുന്നത്? വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയായിട്ടും സാമൂഹിക മേഖലയായിട്ടും നേരിട്ട് ബന്ധമുള്ള ചെലവുകളാണ് എന്ത് ചെലവുകൾ? വികസന ചെലവുകൾ അഥവാ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി ദേ കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ്ലി ടു ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ബൈ സ്റ്റിമുലേറ്റിംഗ് ഇറ്റ്സ് റിയൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും അല്ലെങ്കിൽ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നു. അതുകൊണ്ട് ഇവ എന്തറിയപ്പെടുന്നു? ദീസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. വല്ലതും മനസ്സിലായോ? ഇല്ല. അതായത് വികസന ചെലവുകൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും അതിൻ്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയും കൂട്ടും. അതോടൊപ്പം തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ്. ഉൽപ്പാദനത്തിലൂടെയൊക്കെ നമുക്കറിയാം പ്രൊഡക്ഷനും ഉണ്ടാകുന്നു, അതനുസരിച്ച് അത് സെയിൽസ് നടക്കുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യും? പണം ഗവൺമെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പോരാത്തതിനുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ സംഭാവന നൽകുന്നു. മനസ്സിലായി? ഇവ നമ്മൾ ഉൽപ്പാദന ചെലവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു വസ്തുക്കൾ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ചിലവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ദേ കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ്ലി ടു ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തുമായിട്ടാണ് ഇത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. സോ ദീസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് അഥവാ ഉൽപ്പാദന ചെലവുകൾ എന്ന് അറിയപ്പെടുന്നു. The expenditure spent for constructing roads, bridges, harbors and to start new enterprises and educational institutions are considered as developmental expenditure. ഇനി റോഡ്, അതുപോലെ തന്നെ പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ നൽകുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകളെയാണ് നമ്മൾ വികസന ചെലവായിട്ട് കണക്കാക്കുന്നത്. അടുത്തതാണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് വികസനേതര ചെലവുകൾ. നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ദ വൺ ഇൻക്വേർഡ് ബൈ ദി ഗവൺമെൻറ് ഓൺ എ റെഗുലർ ബേസിസ് ഫോർ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് സർവീസസ്. നോക്കൂ,
ഈ നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ശരിക്കും രാജ്യ താല്പര്യത്തിന് വേണ്ടി, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനും പൊതുജനങ്ങളുടെ സേവനങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം ചെലവഴിക്കുന്ന പണമാണ് എന്ത്? നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ. നോക്കിക്കേ, എക്സ്പെൻസസ് ഇൻവോൾവ് ഇൻ ഡിഫൻസ്, ഇൻട്രസ്റ്റ്, പെൻഷൻ, എപ്പിഡമിക് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കം അണ്ടർ ദിസ്. ഇത്രയേ ഉള്ളൂ. പ്രതിരോധം, രാജ്യത്തിൻ്റെ പ്രതിരോധം, അതുപോലെ തന്നെ പലിശ, പെൻഷൻ, മഹാമാരി വരുമ്പോൾ ഗവൺമെൻറ് ചിലവാക്കുന്നത്, എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ് ചിലവാക്കുന്ന പൈസ, ഇതിനെയാണ് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞത്. അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയല്ലല്ലോ, നമ്മുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കൊറോണ വന്ന ടൈമിലാണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് ഉരുൾപൊട്ടുക, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവുക, ഈ സമയത്ത് സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ അവരെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിലേക്ക് എത്തുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഈ പണം ഈ നോൺ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിലേക്ക് മുടക്കുകയാണ്. പക്ഷേ അങ്ങനെ നമ്മൾ നൽകുന്നതിന് ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ് പലിശ ലഭിക്കുന്നുണ്ടോ? ഇല്ല. അത് തിരിച്ച് ലഭിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള പൈസ എന്ത് ചെയ്യും? ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി മുടക്കി എന്ന് പറയാൻ പറ്റില്ല. അത് നോൺ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് മുടക്കിയത്. അങ്ങനെയുള്ള പണമാണ് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മുകളിലുള്ളതും താഴെയുള്ള ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം, മറ്റേത് നമ്മുടെ എക്കണോമിക് സ്ട്രെങ്ത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, അല്ലേ? നമ്മുടെ എക്കണോമിയെ കുറച്ചുകൂടി സ്ട്രെങ്ത് ആക്കുകയാണ് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് നടത്തുന്നത്. പക്ഷേ നോൺ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് നമുക്ക് എക്സ്ട്രാ ചിലവാണ് വരുന്നത്. ഇനി കാറ്റഗറൈസ് ദ ഫോളോവിങ് എക്സ്പെൻഡിച്ചർ ആസ് ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ലിസ്റ്റ് ദം ഇൻ ദി ടേബിൾ ഗിവൺ ബിലോ. അതായത് താഴെ തന്നിരിക്കുന്നവ ആ ചെലവുകളെ വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും തരംതിരിക്കുക. നോക്കൂ, ഇൻട്രസ്റ്റ്, എനർജി ജനറേഷൻ, എപ്പിഡമിക്, വെൽഫെയർ പെൻഷൻ, liability, subsidies, construction of roads, construction of schools, war, defense, public administration, industries, etc. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ് ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് നോക്കുക. അതിനുശേഷം നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ. നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിക് സർവീസിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഓർത്താൽ മതി. ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഫ്രം 2018 to 2019 to 2022 to 2023, അതായത് 2018 to 2019 മുതലും 2022 to 2023 മുതൽ വരെയുള്ള 5 വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതു ചെലവുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നോക്കിക്കേ, 2018 23.14 ആയിരുന്നു. 2019 ആയപ്പോഴേക്കും എക്സ്പെൻഡിച്ചർ എത്രയായി? 26.87 ആയി. 2020-21 35.09 ആയി. 2021-22 അത് 37.93 ആയി. 2022-23 ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 41.88. കണ്ടല്ലോ. അനലൈസ് ദ ഗ്രാഫ് ഓൺ ദി പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് റൈറ്റ് യുവർ കൺക്ലൂഷൻ. അതായത് സർക്കാരിൻ്റെ പൊതു ചെലവ് എത്രയാണ്, അല്ലേ? ആ പൊതു ചെലവ് എത്രയാണ് ഓരോ വർഷത്തെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ കഴിഞ്ഞു പോയ 2022-23 സർക്കാരിന് 41.88 ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. 24-25 അതിലും കൂടുതലായിരിക്കും, അല്ലേ? ഇനി എന്താണ് പബ്ലിക് റവന്യൂ? എന്താ പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ? പൊതുവരുമാനം. നമ്മൾ ഇത്രയും നേരം പബ്ലിക് എക്സ്പെൻഡിച്ചറാണ് പഠിച്ചത്, അല്ലേ? ഇനി പഠിക്കുന്നത് പൊതുവരുമാനം. ഓക്കെ. ദ ഗവൺമെൻറ് നീഡ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഫോർ ഡെവലപ്മെൻ്റൽ ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. നമുക്കറിയാം, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സർക്കാരിന് ഒത്തിരി പണം ആവശ്യമായിട്ട് വരുന്നു.
The public revenue is the wealth that the government collects from various sources to satisfy these needs. അതായത് ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പല സ്രോതസ്സുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സർക്കാർ സമാഹരിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ്റിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ട പണം എവിടെ നിന്നാണ് ലഭിക്കുന്നത്, പല സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ അത് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഈ വരുമാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊതുവരുമാനം അഥവാ പബ്ലിക് റവന്യൂ എന്ന് വിളിക്കുന്നത്. നൗ തിങ്ക് അബൌട്ട് ദി സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് ദി ഗവൺമെൻറ്. അതായത് സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ദ ഗവൺമെൻറ് മേക്സ് റവന്യൂ ഫ്രം 2 മേജർ സോഴ്സസ്. ലുക്ക് അറ്റ് ദി ചാർട്ട് ഗിവൺ ബിലോ. അതായത് നമ്മൾ ഒരു ചാർട്ട് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഗവൺമെൻറ്റിന് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് വരുമാനം ലഭിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ അവർ പറയുന്നത്. പബ്ലിക് റവന്യൂ നോക്കിക്കേ, ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഏതൊക്കെ രണ്ടെണ്ണം, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ഈ ടാക്സ് റവന്യൂവിൽ ഏതൊക്കെയാണ് വന്നെ നോക്കൂ, റവന്യൂ ഫ്രം ടാക്സസ്, നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം. ദെൻ ഡയറക്റ്റ് ടാക്സും വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും വരുന്നുണ്ട്. അപ്പോൾ പബ്ലിക് റവന്യൂവിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ്, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ഇനി ടാക്സ് റവന്യൂവിൽ വരുന്ന ഏതൊക്കെയാണ്, റവന്യൂ ഫ്രം ടാക്സസ്, നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം. അത് തന്നെ 2 തരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് ഈസ് ദ ടാക്സ് റെമിറ്റഡ് ബൈ ദി പേഴ്സൺ ഹോം ടാക്സ് ഈസ് ലെവിയഡ്. അതായത് നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ നൽകുന്ന നികുതിയാണെന്ത്, പ്രത്യക്ഷ നികുതി. അതായത് നമുക്കറിയാം നമ്മുടെ അച്ഛനൊക്കെ നികുതി അടയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ പേരിലായിരിക്കും ആ സ്ഥലം, മനസ്സിലായോ. അപ്പോൾ അച്ഛൻ തന്നെയായിരിക്കും നികുതി അടയ്ക്കുന്നത്. അതാണ് ആ വ്യക്തിയുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന നികുതി എന്ന് പറയുന്നത്. ദിസ് മീൻസ് that the taxpayer himself bears the burden of the tax. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു. ഇൻകം ടാക്സ് ആൻഡ് ബിൽഡിംഗ് ടാക്സ് ആർ എക്സാമ്പിൾ. ആദായ നികുതി, കെട്ടിട നികുതി ഇവയൊക്കെ ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചോദിക്കണം, അച്ഛാ നികുതി അടച്ചോ എന്ന് ചോദിക്കണം. അപ്പോൾ ആരുടെ പേരിലാണോ സ്ഥലം ഇരിക്കുന്നത്, ആ വീടിരിക്കുന്ന ആരുടെ പേരിലാണോ ആ സ്ഥലത്തിൻ്റെ നികുതി, ആ കെട്ടിട നികുതി ആ പ്രമാണത്തിൽ ആരുടെ പേരാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അയാളുടെ പേരിലാണ് വരുള്ളൂ. അതാണ് നികുതിദായകനെന്ന് ഉദ്ദേശിച്ചത്. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ്. ഹിയർ ദ ടാക്സ് ലെവിഡ് ബൈ one individual is paid partially or completely by another. അതായത് ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്ന നികുതിയാണ് എന്ത്, ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് സെയിൽ ടാക്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവയൊക്കെ ഈ ഇൻഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്. കാരണം നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പാക്കറ്റിൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓൾ ടാക്സസ് ആർ ഇൻക്ലൂഡ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ അറിയാതെ തന്നെ ടാക്സ് അതിന് അടയ്ക്കുന്നുണ്ട്, അതോർത്താൽ മതി. അപ്പോൾ ടാക്സ് റവന്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തതാണ് നോൺ ടാക്സ് റവന്യൂ. ദിസ് ഈസ് ദ റവന്യൂ ഫ്രം സോഴ്സസ് അതർ ദാൻ ടാക്സസ്. അതായത് നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമുണ്ടല്ലോ, അതിനെയാണ് നോൺ ടാക്സസ് റവന്യൂ എന്ന് പറയുന്നത്. ഫീസ്, ഫൈൻ, ഗ്രാൻസ്, പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ആർ എക്സാമ്പിൾസ്. അതായത് ഫീസിൽ നിന്ന്, പിഴയിൽ നിന്ന് ലഭിക്കുന്നത്, ഗ്രാൻറ്റിൽ നിന്ന്, അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റിനായിട്ട് ലഭിക്കുന്ന പ്രോഫിറ്റ്, ദെൻ ഇൻട്രസ്റ്റ്, ഇതെല്ലാമാണ് എന്ത്, നോൺ ടാക്സ് റവന്യൂ. അടുത്തത് എന്താണ് ടാക്സ് എന്ന് നോക്കാം. ടാക്സ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി that the public should remit to the government to bear the expenses of welfare activities and developmental activities
വിച്ച് ആർ ക്യാരിഡ് ഔട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ടാക്സ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി. അപ്പോൾ ശരിക്കും ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ നൽകേണ്ട പണത്തിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. ദ പബ്ലിക് ഷുഡ് റെമിറ്റ് ടു ഗവൺമെൻറ്. ഈ ടാക്സ് ആർക്ക് നൽകുന്നതാണ്? ജനങ്ങൾ ഗവൺമെൻറ്റിന് നൽകേണ്ടതാണ്. ദെൻ ടു ബിയർ ദ എക്സ്പെൻസസ് ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ഇത് എന്തിനാണ് നമ്മൾ നൽകുന്നത്? നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ദെൻ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. വിച്ച് ആർ ക്യാരിഡ് ഔട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടി ഈ ജനങ്ങൾ സർക്കാരിന് നൽകുന്ന പണമാണ് എന്ത് മക്കളെ? നികുതി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂ റെമിറ്റ്സ് ടാക്സസ് ഈസ് കോൾഡ് എ ടാക്സ് പേയർ. ആരാണോ ഗവൺമെൻറ്റിന് പണമടയ്ക്കുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സ് പേയർ അഥവാ നികുതി നായകനെന്ന്. നികുതി ദായകനെന്ന്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പഠിപ്പിച്ചത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി കഴിഞ്ഞാൽ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.